നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള ഇന്നസെന്റ് സ്മാരക അമേച്വർ നാടക മത്സരം മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൂടിയാട്ട കലാകാരൻ വേണുജി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ വി എ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എം എൻ വിജയകുമാർ നാടകോത്സവത്തിന്റെ ബ്രോഷർ രേണു രാമനാഥിന് നൽകി പ്രകാശനം ചെയ്തു. പ്രൊഫസർ കെ യു അരുണൻ, ഡോക്ടർ കെ രാജേന്ദ്രൻ, ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷക്കീല ടീച്ചർ, ഡോക്ടർ സോണി ജോൺ എന്നിവർ പങ്കെടുത്തു. വിഖ്യാതനായ സംവിധായകൻ ഡി വി കാനന്ദ് ശില്പശാല പരമ്പര ആരംഭിക്കുകയുണ്ടായി. അതിൽ പാരമ്പര്യ കലകളുടെ അഭിനയ സംഗീതങ്ങൾ പഠിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു. വലിയൊരു അനുഭവം. സാധാരണ കഥകളിക്കാർക്ക് തോന്നും എല്ലാ കലയും കഥകളിയും പറഞ്ഞാൽ അത് വേറൊന്നുമില്ല, കഥകളി പഠിച്ചാൽ മറ്റൊന്നും പഠിക്കണ്ട എന്നൊക്കെ ഒരു അഹങ്കാരമൊക്കെ പോയത് വൈവിധ്യമാർന്ന നാടക സാധ്യതകളുടെ തിരിച്ചറിയാനുള്ള ഒരു അവസരം ലഭിച്ചു. എന്നവിടെ അതുകൊണ്ടുള്ള ശില്പശാലകളൊന്നും നടക്കാറില്ലാതെ തന്നെ നാടകത്തിൻ്റെ തയ്യാറെടുക്കുന്നതോടൊപ്പം തന്നെ വിഖ്യാതരായിട്ടുള്ള കലാപണ്ഡിതരുടെ പ്രഭാഷണം, അതിൽ ഡോക്ടർ കപിലാവാസ്യാൻ നടത്തിയ പ്രഭാഷണം വലിയൊരു വഴിത്തിരിവായിരുന്നു എനിക്ക്. കാരണം സംഗീത രീതി, ഭരതനാട്യ രീതി, അങ്ങനെ പല പല രീതിയിലുള്ള അവതരണ സമ്പ്രദായങ്ങളുണ്ടെങ്കിലും ഈ പാരമ്പര്യമായിട്ട് തന്നെ ഒരു നാടകാവതരണ സമ്പ്രദായം ഭാരതത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് വലിയൊരു ആ സങ്കല്പം മനസ്സിലാക്കാൻ സഹായിച്ചത് ഡോക്ടർ കപിലാവാസ്യൻ്റെ ഒരു പ്രഭാഷണമാണ്. ശാകുന്തളം. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആദ്യമായി MLA ആയതിന്റെ 25ാം വാർഷിക ദിനത്തിൽ അഭിനന്ദിച്ച് UDF. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ UDF കൺവീനർ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി സോണിയഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പള്ളി, TV ചാർലി, സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ, ജില്ലാ സെക്രട്ടറി സേതുമാധവൻ, PT ജോർജ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹക്ക് എന്നിവർ പങ്കെടുത്തു. ശ്രീ തോമസ് ഉണ്ണിയാടൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇരിങ്ങാലക്കുടയിലേക്ക് കടന്നു വന്നത് 1996-ലാണ്. പക്ഷെ 96-ൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ അത് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2001-ൽ ശ്രീ ഉണ്ണിയാടൻ നമ്മുടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 15 വർഷം തുടർച്ചയായി അദ്ദേഹം 2016 വരെ നമ്മുടെ നിയോജകമണ്ഡലത്തിന് നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ച ഒരു MLA എന്ന നിലയിൽ ഇരിങ്ങാലക്കുടയുമായി ഏറ്റവും ആത്മബന്ധം സ്ഥാപിക്കാൻ ശ്രീ ഉണ്ണിയാടന് സാധിച്ചു. ഞാൻ ഏറെ സന്തോഷത്തിലും അഭിമാനത്തിലും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി MLA ആയതിൻ്റെ 25ാമത്തെ വാർഷിക ദിനമാണ് ഇന്ന്. 25 വർഷം പൂർത്തിയായിരിക്കുന്നു ഞാൻ MLA ആയിട്ട്. 2001 മെയ് മാസം 13-ാം തീയതിയാണ് ആദ്യമായി ഈ നാടിൻ്റെ ഇരിങ്ങാലക്കുടയുടെ വരദാനങ്ങളുടെ നാടായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. തുടർന്ന് 2006-ലും 2011-ലും ഇപ്പോൾ 2026-ലും വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കാൻ പെട്ടതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. 25ാം വർഷത്തിൻ്റെ ഈ സുദിനം ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ ആഘോഷിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആദ്യ നാളുകളിൽ കൂടിയാണ് ഈ സന്തോഷം കടന്നു പോകുന്നത് എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്.
പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിൽ പുതിയതായി ആരംഭിക്കുന്ന സമരിറ്റൻ ലൈഫ് കെയർ കാർഡിയാക് സെന്ററിന്റെയും അക്യൂട്ട് ഇൻ പേഷ്യന്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെയും സംയുക്ത ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും മെയ് 19 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി, മാനേജർ ഓപ്പറേഷൻസ് ആൻഡോ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 ആശുപത്രി അങ്കണത്തിൽ രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. നിയുക്ത MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം ആഗസ്റ്റിൽ ഡയമണ്ട് ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് പുതിയ 2 പ്രൊജക്ടുകൾ നാടിന് സമർപ്പിക്കുന്നത്. ഡോക്ടർ തോമസ് ജോൺ, സിസ്റ്റർ വിൻസി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ 2 പ്രൊജക്ടുകൾ ചൊവ്വാഴ്ച നാടിനെ സമർപ്പിക്കുകയാണ്. സമരിറ്റൻ ലൈഫ് കെയർ കാർഡിയാക് സെന്ററും അക്യൂട്ട് ഇൻപേഷ്യന്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റും. ഈ 2 പ്രൊജക്ടുകളുടെയും സംയുക്ത ഉദ്ഘാടനവും വെഞ്ചിരിപ്പും മെയ് 19 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. ആശുപത്രിയുടെ 59 വർഷത്തെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന 2 സംരംഭങ്ങളാണ് ഇവ രണ്ടും. ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ആശുപത്രിയിൽ ഒരു കാത്ത് ലാബ് ഉണ്ടായിരിക്കുക എന്നത്. അതിൻ്റെ പൂർത്തീകരണം എന്നോണം നാം ഒരു കാർഡിയാക് സെന്റർ ആശുപത്രിയിൽ ചൊവ്വാഴ്ച പൂവണിയുകയാണ്. കല്ലേറ്റിങ്ങരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനുമായി സഹകരിച്ചാണ് അക്യൂട്ട് ഇൻപേഷ്യന്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് പ്രവർത്തനക്ഷമമാകുന്നത്. പുനരധിവാസം ആവശ്യമായ കിടപ്പ് രോഗികൾക്ക് ഒരു അത്താണിയാകുവാൻ ഈ പുതിയ യൂണിറ്റിന്റെ സേവനം സഹായകരമാകും. പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിക്കുന്ന സമരിറ്റൻ ലൈഫ് കെയർ കാർഡിയാക് സെന്ററിന്റെയും അക്യൂട്ട് ഇൻപേഷ്യന്റ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെയും സംയുക്ത ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും മെയ് 19 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പുല്ലൂര് സേക്രഡ് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കുന്നു. സമരിറ്റൻ സിസ്റ്റേഴ്സ് സ്നേഹോദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ഹോസ്പിറ്റൽ ഡയറക്ടറും മെഡിക്കൽ സൂപ്രണ്ടുമായ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ റീറ്റ CSS അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട നിയുക്ത MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ സാർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരള വിക്രമൻ, ഇരിഞ്ഞാലക്കുട രൂപത ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ലിജോ കോങ്കോത്ത്, ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ MV വാറുണ്ണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. കാണാതായ എടക്കുളം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം എറണാകുളം മരട് കായലിൽ കണ്ടെത്തി. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എടക്കുളം വലിയ പാലത്തിന് സമീപം തൈവളപ്പിൽ സന്തോഷിന്റെ മകൻ 25 വയസ്സുള്ള അശ്വന്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 10-ാം തീയതി പാലക്കാടുള്ള സുഹൃത്തിനെ കാണാൻ പോയ അശ്വന്ത് തിരിച്ചെത്തിയിരുന്നില്ല. പാലക്കാട് നിന്നും മടങ്ങിയതായി സൂചന ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന് പരാതി നൽകുകയായിരുന്നു. സന്ധ്യ അമ്മയും ആഷിൽ സഹോദരനുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.